യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കിരീട പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും ദിവസങ്ങൾക്കിപ്പുറം ആരംഭിക്കുന്ന വിശ്വമേളയിലേക്ക്. സന്നാഹ മത്സരങ്ങൾ കളിച്ച് സൂപ്പർ താരങ്ങളെല്ലാം ലോകകപ്പിന് മുൻപായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഇതിനിടയിൽ യൂറോപ്പിൽ ചില ചടുലമായ ട്രാൻസ്ഫർ നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. അടുത്ത സീസൺ ലക്ഷ്യമിട്ടുള്ള നിർണായക ചുവടുവെപ്പുകൾ. സൂപ്പർ താരങ്ങൾ മുതൽ യങ് ടാലന്റുകൾ വരെയാണ് പ്രധാന ക്ലബ്ബുകളുടെ റഡാറിലുള്ളത്. യൂറോപ്പിലെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകൾ എന്തെല്ലാം പരിശോധിക്കാം. ട്രാൻസ്ഫർ എന്നാൽ അത് റയൽ മാഡ്രിഡ് ആണ്. എതിരാളികൾക്ക് മുകളിൽ റാഞ്ചി പറന്ന് താരങ്ങളെ ബെർണബ്യൂവിന്റെ മുറ്റത്ത് ലാൻഡ് ചെയ്യിക്കുന്ന ലോസ് ബ്ലാങ്കോസിന്റെ മാസ്റ്റർ ഡീലുകൾ ഫുട്ബോൾ ലോകം പലകുറി കണ്ടതാണ്. ലാറ്റിക്കോസ് യുഗത്തിന് ശേഷവും അതങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ പോയ സീസണിലടക്കം ട്രാൻസ്ഫർ മാർക്കറ്റിൽ കാഴ്ചക്കാരുടെ റോളിലായിരുന്നു റയൽ. ഫ്രീ ട്രാൻസ്ഫറിൽ ഏതാനും നീക്കങ്ങൾക്കപ്പുറം വലിയ ഡീലുകളില്ല. മധ്യനിരയിൽ ടോണി ക്രൂസിന്റെ വിടവ് ഇപ്പോഴും നികത്താനായില്ല. കിരീടമില്ലാതെ തീർത്തും നിരാശപ്പെടുത്തിയ സീസൺ. ഇതോടെ ഇത്തവണ ട്രാൻസ്ഫറിൽ നേരത്തെ ഇറങ്ങി കളിക്കാനാണ് റയലിന്റെ തീരുമാനം. ഇതിലേക്കുള്ള സൂചനകളും സ്പാനിഷ് ക്ലബ് നൽകി കഴിഞ്ഞു. ഡെൻസൽ ഡംഫ്രീസ്, ഇബ്രാഹിമ കൊണാട്ടെ, 2 സുപ്രധാന ഡീലുകളാണ് റയൽ ലോക്ക് ചെയ്തത്. ഇന്റർ മിലാൻ റൈറ്റ് ബാക്ക് ഡംഫ്രീസിനെ എത്തിക്കുന്നതിലൂടെ ഡാനി കർവഹാലിന്റെ പെർഫെക്റ്റ് റീപ്ലേസ്മെന്റിനാണ് ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നത്. നെതർലാൻഡ്സ് താരത്തിനായി മിലാൻ മുന്നോട്ട് വെക്കുന്ന 20 മില്യൺ റിലീസ് ക്ലോസ് നൽകാൻ ക്ലബ്ബ് തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ. ലിവർപൂളുമായി കരാർ അവസാനിക്കുന്ന പ്രതിരോധ താരം ഇബ്രാഹിമ കൊണാട്ടെയാണ് റയലിലേക്ക് ചേക്കേറാനൊരുങ്ങുന്ന മറ്റൊരു താരം. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഫ്രഞ്ച് താരത്തെ ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിക്കുന്നതിലൂടെ ഡിഫൻസ് സ്ട്രോങ് ആക്കുകയാണ് റയൽ ലക്ഷ്യമിടുന്നത്. പോയ സീസണിൽ ടീം കാര്യമായ പ്രശ്നം നേരിട്ടതും പ്രതിരോധത്തിലായിരുന്നു. നേരത്തെ മുതൽ ഈ 27-കാരനായി റയൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. റയലിന്റെ പുതിയ പരിശീലകനായി സാധ്യത കൽപ്പിക്കുന്ന ജോസെ മൗറീനോയുടെ തീരുമാനങ്ങളും 2026-27 സീസൺ കൂടുമാറ്റത്തിൽ നിർണായകമാകുമെന്ന കാര്യം തീർച്ചയാണ്. ചെൽസി മധ്യനിര താരം ഹെൻസോ ഫെർണാണ്ടസ്, സിറ്റി ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോഡ്രി എന്നീ പേരുകളും റയൽ ട്രാൻസ്ഫർ റൂമറുകളായുണ്ട്. അതേസമയം ഈ 2 സുപ്രധാന ഡീലുകൾക്കും വരാനിരിക്കുന്ന മാഡ്രിഡ് പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായും ബന്ധമുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റായി ഫ്ലോറന്റീന പെരസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമാകും ഈ 2 ഡീലുകൾ ഫലപ്രാപ്തിയിലെത്തുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പെരസിന് മത്സരം നേരിടേണ്ടതുണ്ട്. യുവ ബിസിനസ്സുകാരൻ ഹെൻറിക് റുക്വെൽമിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പെരസിന് വെല്ലുവിളിയുയർത്തുന്നത്. ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് മാസ് എൻട്രിയാണ് ബാഴ്സലോണ നടത്തിയത്. യുവ ഇംഗ്ലീഷ് വിങ്ങർ ആന്റണി ഗോർഡനെ 80 മില്യൺ നൽകിയെത്തിച്ചതിലൂടെ എതിരാളികൾക്ക് കൃത്യമായൊരു സ്റ്റേറ്റ്മെന്റാണ് കാറ്റാലന്മാർ നൽകിയത്. തുടർന്നും വമ്പൻ പേരുകളാണ് ക്യാമ്പ് നൗവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് അർജന്റീൻ ഫോർവേഡ് ജൂലിയൻ അൽവാരസ് ആണ് അതിൽ ഏറ്റവും പ്രധാനം. എന്നാൽ അൽവാരസിനെ കൈവിടാൻ താല്പര്യമില്ലെന്ന് അത്ലറ്റിക്കോ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അഭ്യൂഹങ്ങൾ തുടരുകയാണ്. സീസൺ അവസാനം ക്ലബ്ബ് വിട്ട സ്ട്രൈക്കർ ലെവൻഡോസ്കിക്ക് പകരക്കാരനെ എത്തിക്കേണ്ടത് ബാഴ്സയ്ക്ക് ആവശ്യമാണ്. അൽവാരസ് വന്നില്ലെങ്കിൽ ചെൽസിയുടെ ബ്രസീലിയൻ താരം ജാവോ പെഡ്രോ, പോർട്ടോയുടെ സ്പാനിഷ് യങ് സ്ട്രൈക്കർ സാമുവൽ എന്നിവരാണ് മറ്റ് ഓപ്ഷനുകൾ. ഇക്കാര്യത്തിൽ പരിശീലകൻ ഹൻസി ഫ്ലിക്കിന്റെ ഡിസിഷനാകും നിർണായകമാകുക. ചാമ്പ്യൻസ് ലീഗിലേക്ക് എൻട്രി ലഭിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും വരുന്ന ട്രാൻസ്ഫർ ദിനങ്ങൾ ഏറെ നിർണായകമാണ്. ഓൾഡ് ട്രാഫോർഡിന്റെ പടിയിറങ്ങിയ കസമേറോയ്ക്ക് പകരക്കാരനായി മറ്റൊരു ബ്രസീലിയൻ മിഡ്ഫീൽഡർ എഡേഴ്സനെ ക്ലബ്ബ് ഇതിനകം എത്തിച്ചു കഴിഞ്ഞു. അറ്റ്ലാന്റയ്ക്കായി മികച്ച പ്രകടനം നടത്തി വരുന്ന 26-കാരൻ്റെ ഡീൽ മൈക്കിൾ കാരിക്കിന്റെ സ്ക്വാഡിന് പോസിറ്റീവാകുമെന്ന കാര്യം തീർച്ചയാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാനുവൽ ഉഗാർട്ടയെ ക്ലബ്ബ് റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. AC മിലാൻ വിടുമെന്ന് അഭ്യൂഹമുള്ള പോർച്ചുഗീസ് ലെഫ്റ്റ് വിങ്ങർ റാഫേൽ ലിയാവോയെ എത്തിക്കാനും യുണൈറ്റഡിന് പ്ലാനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആർസണലും താരത്തിനായി ശക്തമായി രംഗത്തുണ്ട്. അതേസമയം ബാഴ്സയിലെ മിന്നും പ്രകടനത്തിന് പിന്നാലെ യുണൈറ്റഡിലേക്കെത്തുന്ന മാർക്കസ് റാഷ്ഫോർഡിനായി പ്രമുഖ ഇംഗ്ലീഷ് ക്ലബ്ബുകളെല്ലാം രംഗത്തുണ്ടെന്നാണ് വാർത്തകൾ. ആഴ്സണൽ, ചെൽസി, ന്യൂകാസിൽ, ടോട്ടനം തുടങ്ങിയ ക്ലബ്ബുകളെല്ലാം ഇംഗ്ലീഷ് ഫോർവേഡിനായി വലവിരിച്ചു കഴിഞ്ഞു. ആർനെ സ്ലോട്ടിന് പിൻഗാമിയായി ആൻഫീൽഡിലെത്തുന്ന പരിശീലകൻ ആന്റണി ഇറോളിക്കും ഈ ട്രാൻസ്ഫർ ക്രൂഷ്യലാണ്. മുഹമ്മദ് സല, ആൻഡി റോബർട്ട്സൺ, കൊണാട്ടെ തുടങ്ങി ഒരു പിടി താരങ്ങളാണ് ടീം വിടാനൊരുങ്ങുന്നത്. സലായ്ക്ക് പകരക്കാരനായി ഐവറി കോസ്റ്റ് യങ് ഫോർവേഡ് യാൻ ഡിയോമാൻഡെയാണ് ലിവർപൂൾ ലക്ഷ്യമിടുന്നത്. സാബി അലോൺസോയുടെ വരവോടെ അടിമുടി പൊളിച്ചെഴുത്തിനാണ് ചെൽസിയും ശ്രമിക്കുന്നത്. യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ നിന്ന് പുറത്തായ ചെൽസി മധ്യനിരയിലും മുന്നേറ്റത്തിലുമടക്കം ചില സുപ്രധാന ഡീലുകൾക്കാണ് തയ്യാറെടുക്കുന്നത്.
പ്രീമിയർ ലീഗ് കിരീടത്തിളക്കത്തിൽ നിൽക്കുന്ന ആഴ്സണലും ആർട്ടേറ്റയും പ്രതീക്ഷയോടെയാണ് സമ്മർ ട്രാൻസ്ഫറിനെ കാണുന്നത്. മുന്നേറ്റത്തിൽ ചില അഡീഷനാണ് ഗണ്ണേഴ്സ് ലക്ഷ്യം വെക്കുന്നത്. പുതിയ താരോദയങ്ങളുടെ വേദിയാണ് ഓരോ ലോകകപ്പും. ലോകവേദിയിലെ വിസ്മയ പ്രകടനത്തിലൂടെ തലവര മാറിയ താരങ്ങൾ നിരവധിയുണ്ട്. അത്തരത്തിൽ പ്രധാന ക്ലബ്ബുകളിലേക്ക് ചുവടുവെക്കാൻ ആരൊക്കെ എത്തും? യൂറോപ്പിലെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.